നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല തന്ത്രിസ്ഥാനത്ത് നിന്ന് താഴ്മൺ കുടുംബത്തെ ഒന്നാകെ ഒഴിവാക്കണമെന്ന ആവശ്യവുമായി ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയിരിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ കെ.എസ്. രാധാകൃഷ്ണൻ. കെ.എസ്. രാധാകൃഷ്ണന്റെ പ്രസ്താവന പാർട്ടിക്കകത്ത് തന്നെ വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. കാരണം അത്രയും അതീവ രൂക്ഷമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം താഴ്മൺ കുടുംബത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചത് എന്ന് വ്യക്തമാകുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിക്കകത്ത് ഔദ്യോഗിക നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അതീവ ജാഗ്രതയോടെയും കരുതലോടുകൂടിയും നിലപാടെടുക്കേണ്ട വിവാദ വിഷയത്തിൽ പാർട്ടിയുടെ പൊതു സമീപനത്തിന് വിരുദ്ധമായി കെ.എസ്. രാധാകൃഷ്ണൻ പരസ്യ പ്രതികരണം നടത്തിയത് ശരിയായില്ല എന്നാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വരുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ വിഷയം ഗൗരവമായി തന്നെ ചർച്ച ചെയ്യാൻ ഒരുങ്ങുകയാണ് ഔദ്യോഗിക വിഭാഗം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠർ രാജീവരെ പോലീസ് അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ ഭരണകൂട വേട്ടയാടലാണെന്ന് ആരോപിച്ച് ശക്തമായ പരസ്യ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത് ബി.ജെ.പി. ആയിരുന്നു. എന്നാൽ വ്യക്തിപരമായ കുറ്റാരോപണങ്ങൾക്കപ്പുറം താഴ്മൺ തന്ത്രി കുടുംബത്തെ തന്നെ ആകെ ലക്ഷ്യമിട്ട് അധിക്ഷേപിച്ച് രാധാകൃഷ്ണൻ നടത്തിയ രൂക്ഷമായ ആക്രമണം വിശ്വാസികൾക്കിടയിലും പാർട്ടി അണികൾക്കിടയിലും വലിയ ആശയക്കുഴപ്പത്തിന് വഴിവെച്ചിട്ടുണ്ട്. തന്ത്രി വ്യക്തിപരമായി ചെയ്ത കാര്യങ്ങളെക്കാൾ പാരമ്പര്യമുള്ള താഴ്മൺ കുടുംബത്തിനെതിരെ പൊതുസമൂഹത്തിൽ സംസാരിച്ചത് തിരിച്ചടിയാകുമെന്നാണ് നേതൃത്വത്തിന്റെ ഭയം. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവും ഇതിന് ഗൗരവത്തോടുകൂടി തന്നെയാണ് കണ്ടിരിക്കുന്നത്. തന്ത്രിസ്ഥാനം ഒഴിയണമെന്നും ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിന് കോടാനുകോടി സ്വാമി ഭക്തർക്കും ഇത്രയേറെ അവമതിപ്പും ദുഃഖവും ഉണ്ടാക്കിയ മറ്റൊരു കുടുംബമില്ലെന്നുമായിരുന്നു രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ പ്രധാന വിമർശനം. ആചാരലംഘനം നടത്തി മനീതി സംഘത്തേക്കാൾ വലിയ അശുദ്ധിയാണ് താഴ്മൺ കുടുംബം വരുത്തിവെച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ക്രിമിനൽ കേസിൽ നടപടി നേരിടുന്നവർ നിർദ്ദേശിക്കുന്ന ആരെയും യോഗ്യത നോക്കാതെ നിയമിക്കാൻ ദേവസ്വം ബോർഡിന് ബാധ്യതയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡിന്റെ വീഴ്ചകളെയും ഇടത് സർക്കാരിന്റെ സമീപനങ്ങളെയും പ്രതിരോധിക്കുന്നതിന് പകരം പാരമ്പര്യ തന്ത്രി കുടുംബത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന പ്രസ്താവന ബി.ജെ.പി. ഉയർത്തിപ്പിടിക്കുന്ന ആചാര സംരക്ഷണ നിലപാടുകൾക്ക് മങ്ങലേൽപ്പിച്ചു എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ചിങ്ങമാസം മുതൽ മകൻ ബ്രഹ്മദത്തനെ തന്ത്രിയാക്കണമെന്ന് കണ്ഠർ രാജീവർ കത്തു നൽകിയ പശ്ചാത്തലത്തിലായിരുന്നു രാധാകൃഷ്ണന്റെ പ്രതികരണമെങ്കിലും ഇത് വ്യക്തിഗത അഭിപ്രായമായി മാത്രമേ കാണാനാകൂ എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. പൂർവ്വകാല സംഭവങ്ങളും സുപ്രീം കോടതി ഹൈക്കോടതി വിധികളും ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ടുമൊക്കെ ഉദ്ധരിച്ചായിരുന്നു കെ.എസ്. രാധാകൃഷ്ണന്റെ വിമർശനങ്ങൾ എങ്കിലും ഈ സമയത്ത് ഇത്തരമൊരു പ്രതികരണം ആയുധമാക്കുന്നത് ഇടതു മുന്നണി ആയിരിക്കുമെന്നും ബി.ജെ.പി. ഭയക്കുന്നുണ്ട്. വിശ്വാസപരമായ കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്ത്രി കുടുംബത്തെ കടന്നാക്രമിക്കുന്നത് ആചാര സംരക്ഷകർ എന്ന ബി.ജെ.പിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് പരിക്കേൽപ്പിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. വിഷയം പാർട്ടി ഉള്ളിൽ ചർച്ച ചെയ്യാതെയും ഔദ്യോഗിക വക്താക്കൾ മുഖേന അല്ലാതെയും സോഷ്യൽ മീഡിയ വഴി പരസ്യപ്പെടുത്തിയത് അച്ചടക്ക ലംഘനത്തിന്റെ പരിധിയിൽ വരുമോ എന്നും ചില നേതാക്കൾ ചോദ്യം ഉയർത്തുന്നുണ്ട്. വരാനിരിക്കുന്ന ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹി യോഗത്തിലും നേതൃയോഗത്തിലും കെ.എസ്. രാധാകൃഷ്ണന്റെ ഈ നിലപാട് പ്രധാന ചർച്ചാ വിഷയമാകും. യോഗത്തിൽ അദ്ദേഹത്തോട് വിശദീകരണം തേടാനും പൊതുവിഷയത്തിൽ പാർട്ടി നിലപാടിന് വിധേയമായി മാത്രം പ്രതികരിക്കാൻ നിർദ്ദേശം നൽകാനും സാധ്യതയുണ്ട്. കെ.എസ്. രാധാകൃഷ്ണന്റെ കുറിപ്പ് നോക്കാം. താഴ്മൺ കുടുംബം ശബരിമല തന്ത്രിസ്ഥാനം ഒഴിയണം. കാരണം ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിനും കോടാനുകോടി സ്വാമി ഭക്തർക്കും ഇത്രയേറെ അവമതിപ്പും ദുഃഖവും ഉണ്ടാക്കിയ കുടുംബം വേറെയില്ല. ശബരിമലയിൽ ആചാര ലംഘനം നടത്തി അശുദ്ധി വരുത്തി മനീതി സംഘം പോലും തന്ത്രി കുടുംബം ചെയ്ത അത്ര അശുദ്ധി ശബരിമലയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. കാരണം മനീതി സംഘം ചെയ്ത അശുദ്ധി പരിഹാരക്രിയ ചെയ്ത് ശുദ്ധമാക്കാൻ കഴിയും. മോഹനര് തന്ത്രിയെ വേശ്യപുരയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ജയിലിൽ പോയി ക്രിമിനൽ കേസിൽ വിചാരണ നേരിട്ടു. അതുമാത്രമല്ല ധർമ്മശാസ്താവിന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവി പ്രതിഷ്ഠയുള്ള ശബരിമലയിലെ തന്ത്രിയെയാണ് വേശ്യപുരയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഹനരുടെ സഹോദരൻ രാജീവർ വ്യാജരേഖ ചമച്ച് സ്വർണ്ണക്കൊള്ള നടത്തിയ 2 കേസിലെ പ്രതിയാണ്. പ്രതിഷ്ഠാമൂർത്തിയുടെ പിതൃസ്ഥാനം തന്ത്രിക്കാണ് എന്നാണ് അവകാശവാദം. അങ്ങനെയെങ്കിൽ പുത്രഹത്യയ്ക്ക് കൂട്ടുനിന്ന പിതാവ് എന്ന ദുഷ്പേര് കൂടി രാജീവർക്ക് ലഭിക്കും. ഇതിന് എന്ത് പരിഹാര കർമ്മമാണ് ചെയ്യാൻ പോകുന്നത്? മോഹനർ ജയിലിൽ കിടന്നപ്പോൾ തന്റെ മകൻ മഹേശ്വരനെ തന്ത്രിയാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിന്റെ ഉടമകളാണ് തന്ത്രികളെ നിയമിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ശബരിമല ക്ഷേത്രത്തിന്റെ ഉടമകൾ. അവർ അത് അംഗീകരിച്ചു. മോഹനരുടെ മകൻ മഹേശ്വർ തന്ത്രിയായി രാജീവർ സ്വർണ്ണക്കൊള്ള നടത്തിയ
നടത്തിയതിന് ജയിലിൽ കിടക്കുകയും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട് വിചാരണ നേടുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ബ്രഹ്മദത്തിനെ തന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം കത്ത് നൽകിയിരുന്നു. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട വിചാരണ നേടിയവരുടെ മക്കൾക്ക് വേണ്ടി സംവരണം ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള പദവിയാണോ ശബരിമല തന്ത്രിയുടേത്? ക്ഷേത്രതന്ത്രിമാരെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ക്ഷേത്ര ഉടമകൾക്ക് അവകാശമുണ്ടോ? ഇക്കാര്യം കേരള ഹൈക്കോടതി സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് 2025 വിധി പറഞ്ഞു. തന്ത്രി സമാജം കൊടുത്ത കേസിലായിരുന്നു വിധി. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ തന്ത്രികൾക്കുള്ള അധികാരം കോടതി അംഗീകരിച്ചു. എന്നാൽ ഭരണഘടനയ്ക്ക് നിയമത്തിനും ചടങ്ങുകൾക്കും അനുസരിച്ച് തന്ത്രികളെ മാറ്റാൻ ഉടമകൾക്ക് അധികാരമുണ്ടെന്നും കോടതി വിധിച്ചു. കർണാടക ഹൈക്കോടതി 2025 പരമ്പരാഗത തന്ത്രി കുടുംബത്തിലെ നിയമപ്രകാരം അർഹതയുള്ള അംഗം മാത്രമേ തന്ത്രിയാകാൻ പാടുള്ളൂ എന്നും വിധിച്ചു. തന്ത്രവിദ്യയിലും തന്ത്രവിധിയിലും പ്രാവീണ്യവും പരിശീലനവും നേടിയ വ്യക്തിയായിരിക്കണം ഈ തന്ത്രി എന്ന് വിധിയിൽ വിശദീകരിച്ചു. തന്ത്രി സ്ഥാനത്ത് അവരോധിക്കപ്പെടുന്ന വ്യക്തി തന്ത്രവിദ്യ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തിരിക്കണം എന്നും സാരം. ഗായത്രി മന്ത്രം പോലും അറിയാത്തവരും ഗണപതി ഹോമത്തിന് ഉപയുക്തമാക്കുന്ന മന്ത്രങ്ങൾ നിശ്ചയമില്ലാത്തവരും ശബരിമല തന്ത്രിയായിട്ടുണ്ട് എന്ന ഇക്കാര്യത്തെക്കുറിച്ചും സമഗ്രമായി പഠിച്ച് ജസ്റ്റിസ് പരിപൂർണൻ എഴുതിയ കാര്യവും ഓർമ്മിക്കുക. ശബരിമല തന്ത്രിമാർക്ക് തന്ത്രവിദ്യയിൽ വിജ്ഞാനവും പരിശീലനവും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത തന്ത്രികളുടെ നിയമനാധികാരിയായ ദേവസ്വം ബോർഡിനുണ്ട്. തന്ത്രികളെ നിയമിക്കാൻ അധികാരമുണ്ടെങ്കിൽ തന്ത്രികളെ നീക്കാനും നിയമാധികാരിക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് തന്ത്രി കുടുംബം എന്തു തീവെട്ടിക്കൊള്ള ചെയ്താലും അവരെ തൽസ്ഥാനത്ത് നിന്നും മാറ്റാൻ പാടില്ല എന്ന വാദം യുക്തിസഹമല്ല എന്ന് മാത്രമല്ല അതിന് നിയമസാധുതയുമില്ല. ആയതിനാൽ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ശരിയായ തീരുമാനം എടുക്കണം. ക്രിമിനൽ കേസിൽ നടപടികൾ നേരിടുന്ന പ്രതികൾ നിർദ്ദേശിക്കുന്ന ആരെയും അവരുടെ യോഗ്യതകൾ പരിഗണിക്കാതെ കുടുംബ പാരമ്പര്യം മാത്രം നോക്കി നിയമിക്കാനുള്ള ഒരു ബാധ്യതയും ദേവസ്വം ബോർഡിനില്ല എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ അദ്ദേഹം പറയുന്നത് വളരെയധികം ശരിയാണ്. കാരണം ഇത്തരം തീരുമാനങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആർക്കും എന്തും എവിടെയും ചെയ്യാം എന്നുള്ളൊരു ബോധ്യമുണ്ടാകും. അതിനൊരു കുടുംബ പേരോ അതിനൊരു സ്ഥാനപ്പേരോ ഒക്കെ തന്നെ മതിയാകും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചിലർ പറയുന്നത് അതങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല, വേശ്യ പുരയിൽ നിന്നുമാണ് അദ്ദേഹത്തെ പിടികൂടിയത്, അങ്ങനെ ഒന്നും പറയാനേ പാടില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ നിലവിലേതായാലും BJP അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുന്നുണ്ട്. ഇതിന് ഇടതുപക്ഷം മറ്റൊരു മുഖം കൊടുക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.